ഓക്കെ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇതേ സെയിം പ്രോബ്ലം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്തു. സോ ആ പ്രോബ്ലം തന്നെ നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പോകണം. സ്റ്റാറ്റിക് അനാലിസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ചോദിച്ചിട്ടുള്ളത് OA എന്ന് പറയുന്ന ലിങ്കിലെ ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതേ പ്രോബ്ലം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ബൈ യൂസിങ് വിർച്വൽ വർക്ക്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ബാക്കി ലിങ്കിന്റെ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. O2A, അതേപോലെ ലിങ്ക് AB, സിമിലർലി ലിങ്ക് എയുടെ ഡിസ്റ്റൻസ്. സോ എയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 6000 ന്യൂട്ടൺ. അതേപോലെ തന്നെ നമ്മുടെ പിസ്റ്റണിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് FB is equal to 2000 ന്യൂട്ടൺ. സോ ഈ ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ലൈക്ക് വൈസ് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോവാണ് ഇതിൻ്റെ. സോ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാം. 4:1 എന്ന് പറയുന്ന സ്കെയിലാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ലെങ്ത് നോക്കിയാൽ മതി, 100 mm, 250 mm, 50 mm എന്നൊക്കെയാണ്. സോ നമ്മൾ 10:1 ഒക്കെ എടുത്താൽ തീരെ ചെറുതായി പോകും. സോ നമ്മൾ 4:1 എടുത്തു. 2:1 എടുത്താൽ തീരെ വലുതായി പോകും. സോ 4:1 എന്നൊരു സ്കെയിൽ ഞാൻ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിതൊരു അക്സെപ്റ്റബിൾ സൈസിൽ വരയ്ക്കാൻ പറ്റും. സോ ഫസ്റ്റ് O എന്നുള്ള പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത് വരയ്ക്കാനായിട്ട് O എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ 30 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്ത് നമ്മൾ OA വരയ്ക്കും. സോ A എന്നുള്ള പോയിന്റ് നമ്മൾ അത് കഴിഞ്ഞിട്ട് Oയിൽ നിന്നും ഹൊറിസോണൽ ലൈൻ എന്ന് വരയ്ക്കും. അപ്പോൾ A എന്നുള്ള പോയിന്റിൽ നിന്നും AB ഈ 6.25 ഡിസ്റ്റൻസ് എടുത്ത് നമ്മളിവിടെ ഒരു ആർക്ക്, ഈ ഹൊറിസോണൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ പോയിന്റ് B. സോ ലൈക്ക് വൈസ് വിൽ കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഇവിടെ നമ്മൾ AB എന്നുള്ള ലൈനിൽ 35 ഈ ലൈനിന് നേരെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ പോയിന്റ് E എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് E എന്നുള്ള പോയിന്റിൽ 35 ഡിഗ്രി മെഷർ ചെയ്ത് വിൽ മാർക്ക് ദിസ് ഫോഴ്സ് FE. അതേപോലെ ഇവിടെ FP എന്നുള്ള ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ? അതിൻ്റെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് T⍵ is equal to മൈനസ് FV എന്നൊരു ഇക്വേഷൻ. അതായത് T is equal to മൈനസ് FV ബൈ ഒമേഗ എന്നൊരു ഇക്വേഷനാണ് നമ്മളിവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എത്ര ഫോഴ്സ് ഉണ്ട്? നമുക്കിവിടെ 2 ഫോഴ്സ് ഉണ്ട്, FEയും FBയും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. T is equal to മൈനസ് FE VE മൈനസ് FB VB ഡിവൈഡഡ് ബൈ ഒമേഗ. സോ അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതി ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, സോ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാം. നമുക്ക് വിർച്വൽ വർക്ക് വേണമെങ്കിൽ വി ഹാവ് ടു കൺസ്ട്രക്ട് ദ വെലോസിറ്റി ഡയഗ്രാം. സോ വെലോസിറ്റി ഡയഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. സോ വെലോസിറ്റി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഈ O2A എന്ന് പറയുന്ന ക്രാങ്കിന്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് വേണം. ഞാൻ എടുക്കുന്നു ഫസ്റ്റ്. ഐ എം അസ്യൂമിങ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് ആസ് assume angular velocity of the crank as ഒമേഗ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. നമുക്ക് ഈ ഒമേഗ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനിതിനെ ആന്റി ക്ലോക്ക് വൈസ് എടുത്തു. സോ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കാം. ക്ലോക്ക് വൈസ് എടുത്താൽ ഡയറക്ഷൻ മാറി വരും. സോ അത്രേ ഉള്ളൂ. ഞാൻ ഇതിന് ആന്റി ക്ലോക്ക് വൈസ് എടുത്തു. നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് എടുത്തും സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ കോമ്പോണന്റ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി ഇതാണെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കെയിലിൽ O2A എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ആ ലീനിയർ വെലോസിറ്റി. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തത്
എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് എ, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ഒന്ന് ഞാനിപ്പോൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ഷോ ദ, ഈ പെർപെൻഡിക്കുലർ വിൽ ഷോ ദ ഡയറക്ഷൻ ഓഫ് ദ ലീനിയർ വെലോസിറ്റി. ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇത് കാണിക്കും. അതെങ്ങോട്ടാണ്? മുകളിലോട്ടാണോ താഴോട്ടാണോ? നമുക്കിപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ലിങ്ക് ആ ഡയറക്ഷനിലോട്ട് പോകുന്ന കാണിക്കാം. അപ്പോൾ ലീനിയർ വെലോസിറ്റിയുടെ കോമ്പൗണ്ട് നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് വരയ്ക്കാം. VAO2 അല്ലേ? VAO2 എന്നാണ് പേര്. അപ്പോൾ ഈ ഡയറക്ഷനാണ്. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഇപ്പം ഞാൻ ക്ലോക്ക് വൈസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒമേഗ ഞാൻ ക്ലോക്ക് വൈസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. VAO2 താഴോട്ടായിരിക്കും. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഡിഫറൻസ്. സോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഒമേഗയുടെ ഡയറക്ഷൻ രണ്ട് വിധത്തിലും എടുക്കാം. നമുക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ VAO2 അത് മാർക്ക് ചെയ്തു. അടുത്ത് ഞാൻ എന്ത് ചെയ്യാം? ദിസ് ഇസ് ആക്ച്വലി വിത്ത് റെസ്പെക്ട് ടു, ദാറ്റ് ഇസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു O2. അത്രേ ഉള്ളൂ. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എ എന്നുള്ള പോയിന്റ് ഉള്ളത്, ഈ എ എന്നുള്ള പോയിന്റ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ ഞാൻ എടുക്കാൻ പോവാണ്. നമുക്ക് ബിയിൽ വെച്ച് വരയ്ക്കാം അതിൻ്റെ ടാൻജൻഷ്യൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ എയിൽ വെച്ചും വരയ്ക്കാം. ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എയിൽ വെച്ച് വരയ്ക്കാൻ പോവാണ്. AB എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി, ഞാൻ AB എന്ന് പറയുന്ന ലിങ്കിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഞാൻ പോയിന്റ് എയിൽ വെച്ച് വരയ്ക്കാൻ പോകണം. നമുക്കത് ബിയിൽ വെച്ചും വരയ്ക്കാം. ഞാൻ എയിൽ വെച്ച് വരയ്ക്കുന്നത് അത്രേ ഉള്ളൂ. നമുക്ക് നിങ്ങൾ ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് ബേസ് ചെയ്ത് ഞാനൊരു പെർപെൻഡിക്കുലർ ഇപ്പോൾ വരയ്ക്കാൻ പോവാണ്. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി ഞാനൊരു പോയിന്റ് ഇത് അവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആ പോയിന്റിന് നേരെ ഞാനിപ്പോൾ വരച്ചാൽ എനിക്ക് പെർപെൻഡിക്കുലർ കിട്ടും. ഈ പോയിന്റിന് നേരെ എയിൽ നിന്നും ആ പോയിന്റ് നേരെ. സോ ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി പെർപെൻഡിക്കുലർ. ഇതിന് നമ്മൾ വി എന്ത് കൊടുക്കാം? എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. എയിലാണ് നമ്മൾ വരച്ചത്. സോ എ വിത്ത് റെസ്പെക്ട് ടു ബി, അതായത് ബി സെന്റർ ആക്കി വെച്ചിട്ട് ബി ബേസ് ചെയ്ത് എയുടെ വെലോസിറ്റി, അതാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ VAB എന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. MOMൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രഷ് ആയിട്ട് പഠിച്ചിരിക്കുകയാണ് നിങ്ങളത്. സോ അടുത്ത് എനിക്ക് വേണ്ടത് ഏതാണ്? വെലോസിറ്റി ഓഫ് ബി. അപ്പോൾ ബിയുടെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ബി എന്നുള്ളത് എന്ത് ടൈപ്പാണ് ഇവിടെ? മോഷൻ, റൊട്ടേറ്റ് ആവുക അങ്ങനെ വല്ലതും ചെയ്യുമോ? ദിസ് ഇസ് ജസ്റ്റ് ഹാവിങ് എ സ്ലൈഡിങ് ടൈപ്പ് വെലോസിറ്റി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അതിൻ്റെ മോഷൻ. സോ അപ്പോൾ ഇതേ ലൈൻ ഓഫ് ആക്ഷൻ തന്നെ ആയിരിക്കും നമുക്ക് VB എന്ന് നമുക്ക് ആ വെലോസിറ്റിക്ക് പേര് കൊടുക്കാം. VB ഓർ VBO എന്ന് നമുക്ക് പേര് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇതേ ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. ഈ O2B എന്ന് പറയുന്നത് VBO2 എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഇതേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും വെലോസിറ്റി ഓഫ് ബി. സോ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോകാം. സോ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഇവിടെ ഒമേഗ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു വെലോസിറ്റിയുടെ വാല്യൂ കിട്ടൂ. ഒമേഗ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് VAO2യുടെ വാല്യൂ കിട്ടൂ. സോ പക്ഷെ ഇവിടെ ഒമേഗയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. VAO2 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു അതിൻ്റെ പൊസിഷൻ വെക്ടർ ആണ് ഏതാണ്? O2A. O2A നമ്മൾ നോക്കിയാൽ മതി. VAO2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ ഇതിന് നേരെ തിരിച്ചിട്ടാലാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. അതായത് ലിങ്കിൻ്റെ ലെങ്ത്. ഇത് ബേസ് ചെയ്തിട്ടില്ല, ഇത് റൊട്ടേറ്റ് ആവുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ ഇതിൽ ഇത് റൊട്ടേറ്റ് ആകുമ്പോൾ അതിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മുടെ VAO2 എന്നുള്ളത്. സോ VAO2 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു O2A. സോ നമുക്കിപ്പോൾ ഒമേഗയുടെ വാല്യൂ അറിയില്ല. സോ ഐ എം ഗോയിങ് ടു കീപ് ഒമേഗ ആസ് ഒമേഗ ഇറ്റ്സെൽഫ്. O2Aയുടെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് 100 mm. അതായത് ഒമേഗ ഇൻറ്റു 100 mm. ഇത് 100 mm ഞാൻ എന്താക്കി മാറ്റാൻ പോകുന്നു? മീറ്ററിലോട്ട് മാറ്റുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഒമേഗ. സോ
എനിക്ക് VaO2 എന്നുള്ളത് 0.1 ഒമേഗ എന്ന് കിട്ടി. പക്ഷെ എനിക്കത് പോരാ. ഇത് വെച്ച് എനിക്കൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റൂ. ഞാനൊരു സ്കെയിൽ എടുക്കുകയാണ്. സോ ഒരു സ്കെയിൽ ഞാൻ എടുക്കുന്നു വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സ്കെയിലിൽ എന്താണെന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.2 ഒമേഗ. ഇത് വെലോസിറ്റി ഡയഗ്രാമിന് വേണ്ടിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിക്കിപ്പോൾ എത്ര ഒമേഗയാണ്? 0.1 ഒമേഗയാണ്. അപ്പോൾ 0.1 ഒമേഗ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആവും? 0.2 അല്ലല്ലോ, 0.02. 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.02 ഒമേഗ എന്ന് പറയുമ്പോൾ 0.1 ഒമേഗ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 0.02 ഇൻറ്റു 5 ആവുമ്പോഴാണ് എനിക്ക് 0.1 ആവുന്നത്. അപ്പോൾ 5 ഇൻറ്റു 1, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ എടുത്ത സ്കെയിൽ. ഇപ്പം ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് എൻ്റെ വെലോസിറ്റി ഞാൻ വരയ്ക്കാൻ പോവാണ് ഓരോ കോമ്പോണൻ്റ് ആയിട്ട്. സോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നു. ആദ്യം ഇതിന് നേരെ വെച്ചിട്ട് ആദ്യം എൻ്റെ സ്കെയില് VaO2 ഇതിന് നേരെ വെച്ചിട്ട് VaO2 നേരെ വെച്ചിട്ട് ഐ ആം ഗോയിങ് ടു ഡ്രോ ദ ഫസ്റ്റ് വെലോസിറ്റി. ഇത് വരയ്ക്കുന്നതിന് മുമ്പ് ആ ഡയറക്ഷൻ നോക്കണം. ഞാനിവിടെ എൻ്റെ A, ഏതാണ് ഫിക്സഡ് പോയിന്റ്? ഫിക്സഡ് പോയിന്റ് O2 ആണ്. സോ നമുക്ക് ഇവിടെ O2 എന്നുള്ള പോയിന്റ് ഞാനിവിടെ ഫിക്സ് ചെയ്തു. O2 ആണ് ഫിക്സഡ് പോയിന്റ്. O2 എന്നുള്ള പോയിന്റ് ഞാനിവിടെ ഫിക്സ് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് VaO2ന് ഇത് പാരലായിട്ട് സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ 5 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. സോ 5 സെൻറ്റിമീറ്ററിന് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ ആ ലൈനിൻ്റെ എൻഡ് പോയിന്റ് ഏതായിരിക്കും? A ആയിരിക്കും അതിൻ്റെ എൻഡ് പോയിന്റ്. അപ്പോൾ അതേപോലെ ഞാൻ അടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് VAB എന്നുള്ളതാണ് അടുത്ത ലൈൻ എനിക്ക്. സോ VABക്ക് നേരെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ VABക്ക് പാരലായിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഏതാണ് VABയിൽ ഏത് പോയിന്റാണ് ഇവിടെ ഉള്ളത്? VAB എന്ന് പറയുമ്പോൾ പോയിന്റ് A ഉണ്ട്. അപ്പോൾ A എന്നതിൽ സ്കെയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഡ്രോ ദ ലൈൻ. ഈ ലൈൻ പാരലായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏതാണ് വെലോസിറ്റിയുടെ അടുത്ത കോമ്പോണന്റ് ഏതാണ്? അടുത്ത് VBO2 ആണ്. അത് സ്ട്രെയിറ്റ് അല്ലേ? VBO2 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സ്കെയിലിനെ ഹൊറിസോണലായിട്ട് വെക്കും. സ്കെയിലിനെ ഹൊറിസോണലായിട്ട് എന്താ ഇതിന് പാരലായിട്ട് വെച്ചിട്ട് നമ്മൾ പാരലായിട്ട് വെച്ചിട്ട് ഇതാ O2ൽ നിന്നും ഞാൻ ലൈൻ വരയ്ക്കും. സോ അത് മീറ്റ് ആവുന്ന ഈ പോയിന്റ് ആണ് എൻ്റെ പോയിന്റ്. ഏതാണിത്? പോയിന്റ് B. ഏതാണ്? ഇവിടെയും B ഉണ്ട്. O2B ആണ്, ഇവിടെ VAB. സോ A to B. അപ്പോൾ B എന്നുള്ള പോയിന്റ് എനിക്കിവിടെ മീറ്റ് ആവും. അപ്പോൾ ഇതെനിക്ക് എൻ്റെ വെലോസിറ്റി ഡയഗ്രാം ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ഇതിനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ഡാർക്ക് ചെയ്യുന്നു. അത്ര ഡാർക്കൻ ചെയ്യുന്നു. ഈ നമ്മുടെ മേജർ ലൈൻസിനെയൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്യുന്നു. ഓക്കെ, വെലോസിറ്റി ഡയഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഇനി പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഈ ഓരോ പോയിന്റിനെയും ഇതിൽ മാർക്ക് ചെയ്യേണ്ടതാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ അറിയാമല്ലോ. ഇതേതാണ് VAO2 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഡയറക്ഷൻ. O2A ഇതായിരിക്കും ഡയറക്ഷൻ. ഇതേതാണ് VAB ആണ്. സോ VAB എന്ന് പറയുമ്പോൾ B2A ആയിരിക്കും നമ്മുടെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. VAB എന്ന് പറയുമ്പോൾ B2A ആണ് ഡയറക്ഷൻ. B ആണ് നമ്മുടെ സെൻറ്റർ. സോ B2A ആണ് ഡയറക്ഷൻ. അടുത്ത് VBO2 എന്നാണ് നമ്മുടെ ഫോഴ്സ്, അതിൻ്റെ പേര്, വെലോസിറ്റിയുടെ പേര് VBO2. സോ VBO2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? O2ൽ നിന്നും Bയിലോട്ട്. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഒക്കെ പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. എവിടെയാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒന്ന് പോയിന്റ് E.
അതെങ്ങനെ നമുക്കിവിടെ മാർക്ക് ചെയ്യും? പോയിന്റ് ഇ എവിടെയാണുള്ളത്? എ ബിയിലാണുള്ളത്. എ ബി എന്ന് പറയുന്ന ലിങ്കിനാണുള്ളത്. അപ്പോൾ ഈ വെലോസിറ്റി ഡയഗ്രാമിൽ എ ബി എവിടെയാണോ അവിടെയാണ് നമ്മൾ ഇ മാർക്ക് ചെയ്യേണ്ടത്. ഇ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇ മാർക്ക് ചെയ്യാൻ ഒരു ഡേറ്റയും ഇവിടെ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഡു സംതിങ്, ഒരു ഇന്റർപോളേഷൻ ഇവിടെ നടത്തും. നമുക്ക് എ ബി, നമുക്ക് എ ബിയുടെ ലെങ്ത് അറിയാം, അതേപോലെ തന്നെ എ ഇയുടെ ലെങ്ത്തും അറിയാം. സിമിലർലി നമുക്ക് ഈ സ്മോൾ എ ബിയുടെ ലെങ്ത് ഇപ്പോൾ മെഷർ ചെയ്യാം. അതേപോലെ സ്മോൾ എ ബിയുടെ ലെങ്ത് കിട്ടിയാൽ നമുക്ക് എ ഇ എന്നുള്ള പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിന്നും എ ബിയുടെ ലെങ്ത് എത്രയാണ്? എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 250. എയുടെ ലെങ്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50. എ ബി എന്ന് പറയുമ്പോൾ നമ്മളത് ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യും. സോ ഈ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എ ബി 4.5 സെന്റിമീറ്ററിന് കിട്ടി എനിക്ക്. സോ 4.5 സെന്റിമീറ്ററിന് കിട്ടി. സോ എയുടെ വാല്യൂ ഇപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എ ഈസ് ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എ കിട്ടും. എയുടെ വാല്യൂ എനിക്ക് 0.9 സെന്റിമീറ്ററിന് കിട്ടി. എയുടെ വാല്യൂ 0.9 സെന്റിമീറ്റർ. അപ്പോൾ ഞാൻ സ്കെയിൽ എടുത്ത് എയിൽ നിന്നും 0.9 സെന്റിമീറ്റർ മെഷർ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇ എന്നുള്ള പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യും. ഇ എന്നുള്ള പോയിന്റ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യും. സ്കെയിൽ എടുത്ത് മെഷർ ചെയ്താണ് മാർക്ക് ചെയ്യുന്നത്. എയിൽ നിന്നും 0.9. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതാ ഇവിടെ ഉള്ള ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സിന്, ഈ എഫ് ഇ എന്ന് പറയുന്ന ഫോഴ്സിന് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ രണ്ട് കോമ്പണന്റ് വരയ്ക്കും. സോ പാരലൽ കോമ്പണന്റ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് അതിന് വെലോസിറ്റി കിട്ടുന്നത്. പക്ഷെ എന്തിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്? കാരണം നമുക്ക് പ്രോപ്പറായിട്ട് പാരലൽ ഏതാണ്, പാരലിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, സോ അതിന് മുമ്പേ ഒരു കാര്യം നമ്മൾ നോക്കാനുള്ളത്, ഇതിന്റെ ഫിക്സഡ് ലിങ്ക് ഏതാണെന്ന് നോക്കണം. O2 ആണ് ഫിക്സഡ് ലിങ്ക്. അപ്പോൾ നമുക്ക് ഇ എന്നുള്ള പോയിന്റ്, അതിന്റെ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നുമാണ് നമുക്ക് അതിന്റെ റെഫറൻസ് എടുക്കുന്നത്. അതായത് പൊസിഷൻ വെക്ടർ എടുക്കുന്നത് O2ൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ O2, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇ എന്നുള്ള പോയിന്റിനെ നമ്മൾ O2 ആയിട്ട് കണക്ട് ചെയ്യണം. കാരണം ഏതാണോ ഫിക്സഡ് ലിങ്ക് അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. എന്നാലേ അതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദിസ് ഫിക്സഡ് ലിങ്ക്, അപ്പോൾ ഫിക്സഡ് ലിങ്കുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വിടുക ഇതിനെ. ദാറ്റ് ഈസ് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഡയറക്ഷനും ഇത് തന്നെ ആയിരിക്കും, ടുവേർഡ്സ് സി. ഇതാണ് ഡയറക്ഷൻ. VE അല്ലെങ്കിൽ VEO2 എന്ന് പറയുമ്പോൾ O2 തൊട്ട് E വരെ ഉള്ളതായിരിക്കും ഡയറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോഴ്സ് FE എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു പാരലൽ കോമ്പോണന്റ് നമ്മൾ വരയ്ക്കും. അതാണ് നമ്മുടെ ആവശ്യമുള്ള വെലോസിറ്റി നമുക്ക് തരാൻ പോകുന്നത്. FE എന്ന് പറയുന്ന ഫോഴ്സ്, ഇതിന് നമ്മൾ പാരലൽ കോമ്പോണന്റ് വരയ്ക്കാൻ പോകുന്നു. സോ പാരലൽ കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ FEക്ക് നേരെ വെച്ചിട്ട് E എന്നുള്ള പോയിന്റ് വഴി നമ്മളിപ്പോൾ ഒരു പാരലൽ കോമ്പോണന്റ് വരയ്ക്കും. രണ്ട് ഡയറക്ഷനിലോട്ട് നമുക്ക് വരയ്ക്കാം, മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ ആണെങ്കിലും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ ഈ FEക്ക് ഞാനിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ കോമ്പോണന്റ് വരയ്ക്കാൻ പോവാണ്. ഇതിന്റെ പെർപെൻഡിക്കുലർ എങ്ങനെ കണ്ടുപിടിക്കും? FEക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാണ്. സോ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്കെയിൽ ഇത് അവിടെ വെച്ച് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ 90 ഡിഗ്രി മെഷർ ചെയ്ത് പ്രോപ്പറായിട്ട് വരച്ചാൽ മതി പെർപെൻഡിക്കുലർ കോമ്പോണന്റ്. അപ്പോൾ ഏതാണ്ട് ഈ ഇതിന് നേരെ നമ്മുടെ സ്കെയിൽ വെച്ചാൽ എൻ്റെ പെർപെൻഡിക്കുലർ കോമ്പോണന്റ് ഇതാ, ഞാൻ ഈ പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ സ്കെയിൽ വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത 90 ഡിഗ്രി, അപ്പോൾ ഇതിനോടൊപ്പമായിരിക്കും ഇതിൻ്റെ പെർപെൻഡിക്കുലർ കോമ്പോണന്റ്. അപ്പോൾ ഈ സ്കെയിൽ നമ്മൾ റോളർ സ്കെയിൽ യൂസ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്നാൽ പോയിന്റ് ഓയിൽ നിന്നും O2 എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ കോമ്പോണന്റ് വരയ്ക്കണം. അതെന്താവും വെച്ചാൽ ദാറ്റ് വിൽ മീറ്റ് ദ പാരലൽ കോമ്പോണന്റ്. ഈ പെർപെൻഡിക്കുലർ ഈ പാരലലുമായിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസിനാണ് നമ്മൾ പറയുന്നത് VE. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ VE
മെഷർ ചെയ്ത് വെച്ചോളൂ. വിഇയുടെ ലെങ്ത് മെഷർ ചെയ്ത് വെച്ചോളൂ. എനിക്ക് കിട്ടിയ വാല്യൂ എത്രയെന്ന് വെച്ചാൽ വി ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടി 1.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ നമുക്ക് കൺവേർഷനൊക്കെ അത് പിന്നെ നോക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് മെഷർ ചെയ്തു. ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ്. ഈ വി ഇ എന്ന് പറയുന്ന വെലോസിറ്റിയുടെ റിസൾട്ടൻറ്റ് ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പാരലലും പെർപെൻഡിക്കുലർ കോമ്പോണൻറ്റ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വിഇയുടെ ഡയറക്ഷൻ. ഇപ്പോൾ വിഇയുടെ ഡയറക്ഷൻ നോക്കിയാൽ ഈ എഫ് ഇ എന്ന് പറയുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വിഇയുടെ ഡയറക്ഷൻ. ഈ റിസൾട്ടൻറ്റ് നമുക്കറിയാം O2E ആണ് റിസൾട്ടൻറ്റ്. അപ്പോൾ റിസൾട്ടൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ രണ്ട് കോമ്പോണൻറ്റ് ഡയറക്ഷൻസ്. ഇതായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ഇതിനെ മീറ്റ് ചെയ്യുന്നു. അതാണ് ഈ രണ്ട് കോമ്പോണൻസിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് നോക്കിയാൽ വിഇയുടെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എഫ് ഇ. അപ്പോൾ നമ്മുടെ വിഇയുടെ സൈൻ വിൽ ബി നെഗറ്റീവ്. അത് ഓർത്ത് വെച്ചേക്കുക. വി എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ വി. ഇതാ ഇത്രയും ഉണ്ടല്ലോ, ഈ രണ്ട് പോയിന്റിൻ്റെയും നടുക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോഴ്സ് എഫ് ബിക്ക് ഒരു പാരലലും പെർപെൻഡിക്കുലർ കോമ്പോണൻറ്റും വരയ്ക്കും. എഫ് ബി എന്ന് പറയുന്ന ഫോഴ്സിന് പാരലലും പെർപെൻഡിക്കുലർ കോമ്പോണൻറ്റ്. സോ എഫ് ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ബിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിയും നമ്മുടെ ഫിക്സഡ് പോയിന്റും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒയും ബിയും തമ്മിൽ കണക്റ്റഡ് ആണ്. O2 ആണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്, അതും ബിയും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വേറെ പൊസിഷൻ വെക്ടർ ഒന്നും ഇവിടെ വരയ്ക്കേണ്ട. ജസ്റ്റ് ഈ സ്കെയിൽ കൊണ്ടുവച്ച് നമ്മളിതാ സ്കെയിൽ കൊണ്ടുവച്ച് ഇത് എവിടെ വെച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ വിൽ ഗെറ്റ് ദ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് കണക്റ്റ് ആവണം? ഓയിൽ നിന്ന് നമ്മൾ കണക്റ്റ് ആക്കണം 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും വേറെ കണ്ണും അടച്ചുകൊണ്ട് ഫോഴ്സ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. നമ്മുടെ ഈ വി ബി O2 എന്ന് പറയുന്ന ഫോഴ്സ് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് വി ബി. ഓക്കെ, ഇത് തന്നെയാണ്. ഇത് എത്രയാണോ വാല്യൂ, ആ വാല്യൂ തന്നെ ആയിരിക്കും നമ്മുടെ വി ബി. സോ വി ബി നമ്മളിപ്പോൾ മെഷർ ചെയ്ത് എഴുതുന്നു. മെഷർ ചെയ്ത് എഴുതിയപ്പോൾ ഈ ലെങ്ത് ആണ്, ഈ O2B ആണ് വി ബിയുടെ ലെങ്ത്. ഇത്രയാണ് വി ബിയുടെ ലെങ്ത്. ഇത് ഞാൻ മെഷർ ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് കിട്ടി 3.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കോളാം. ഇതിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എഫ് ബി. എഫ് ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഡയറക്ഷൻ. ഇത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച ഡയറക്ഷനാണ് വെലോസിറ്റി ഡയഗ്രാം വരച്ചപ്പോൾ. ദിസ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എഫ് ബി. അപ്പോൾ വി ബി എന്ന വെലോസിറ്റിയും നമുക്ക് നെഗറ്റീവായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഇതിൽ. എന്നിട്ട് എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്? ഇനി ആ സ്കെയിൽ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. വെലോസിറ്റിക്ക് ഞാൻ എടുത്ത സ്കെയിൽ എന്തുവാണ്? വെലോസിറ്റിയുടെ സ്കെയിൽ നമ്മൾ നേരത്തെ എടുത്തു, ഇതാ ഇരിക്കുകയല്ലേ. വെലോസിറ്റിയുടെ സ്കെയില് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.202 ഒമേഗയാണ്. അപ്പം വി ഇ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്, അത് നമുക്ക് നോക്കാം. വി ഇ ഇസ് ഈക്വൽ ടു, അതായത് മൈനസ് ഓഫ് വി ഇ നമുക്ക് എഴുതാം. ഇപ്പോഴും നെഗറ്റീവായിട്ട് എഴുതാം. മൈനസ് വി ഇ ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 0.02, ദാറ്റ് ഇസ് ഈക്വൽ ടു എനിക്ക് കിട്ടി 0.03 ഒമേഗ എന്ന് കിട്ടി. അടുത്ത് ഞാൻ ചെയ്യുന്നു വി ബി മൈനസ് വി ബി എന്ന് എഴുതുന്നു. മൈനസ് ആയതുകൊണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ 3.2 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ സ്കെയിൽ ചെയ്യുമ്പോൾ 0.02 എനിക്കിപ്പോൾ കിട്ടി 0.064 ഒമേഗ എന്ന് കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷനിൽ ഇതിനങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ. ഓൾസോ ഒമേഗ എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എന്ന് എഴുതാം. ഈ ഒമേഗയും മൈനസ് ആണ്, കാരണം നമ്മൾ അസ്യൂം ചെയ്തത് ആംഗുലർ വെലോസിറ്റി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്, ഫോഴ്സിൻ്റെ വാല്യൂസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇതിലോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ദ ടോർക്ക്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം, മാറ്റി എഴുതാം. നമുക്ക് ടോർക്കിൻ്റെ വാല്യൂ T ഈസ് ഈക്വൽ ടു മൈനസ്
എഫിയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇറ്റ് ഇസ് 6000 ഇൻറ്റു വിയുടെ വാല്യൂ. വി എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് വി ആണ്. സോ ഇൻറ്റു മൈനസ് 0.03 മൈനസ് എഫ് ബിയുടെ വാല്യൂ 2000 ആണ് ഇൻറ്റു വി ബിയുടെ വാല്യൂ മൈനസ് വി ബി ആണ്. ഇത് 0.064. നമുക്കിപ്പോൾ ഇവിടെ മൈനസ് 0.064 ഡിവൈഡഡ് ബൈ മൈനസ് ഒമേഗ. ഇപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എത്രയെന്ന് വെച്ചാൽ ഇവിടെ ഒമേഗ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഹോൾ ഒമേഗ പുറത്തെടുക്കാം. ഇവിടെ മുകളിലൊരു ഒമേഗ ഉണ്ട്. ഇതൊക്കെ ഒമേഗ അല്ലേ? 0.03 ഒമേഗ, 0.064 ഒമേഗ. സോ ഒമേഗ ഇവിടെ പുറത്തെടുക്കാം. സോ ഈ ഒമേഗയും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടിയ ആൻസർ, എനിക്കിതിൽ കിട്ടിയത് കൺസ്ട്രക്ഷൻ വെച്ച് ഞാൻ വരച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 308 ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടിയത്. ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ആൻസർ. അതാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കില്ല. ഞാൻ കുറച്ച് റഫായിട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഈ ആൻസർ കിട്ടിയതാണ്. ഈ വിയുടെയും വി ബിയുടെ ഒക്കെ വാല്യൂ നിങ്ങൾ എത്ര എക്സാക്റ്റ് ആയിട്ട് വരുന്നു എന്ന് നോക്കിക്കൊള്ളുക. ചെറിയ വേരിയേഷൻ ഉണ്ടാവും നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ. ഇത് എക്സാക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബുക്കിലുള്ള ആൻസർ ആണ് 263 ന്യൂട്ടൺ മീറ്റർ. ഈ ഒരു ആൻസർ ആണ് കിട്ടേണ്ടത്. ഇത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ യൂസ് ചെയ്തപ്പോൾ ഇത് തന്നെ കിട്ടി. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്, ജസ്റ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും. ഈ വരച്ചതിൽ ചെറിയ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കാണും. ഇത് പക്ഷേ അത്ര വലിയൊരു എററായിട്ട് നോക്കില്ല. എന്നാലും നമ്മുടെ പ്രൊസീജിയർ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് ഫോളോ ചെയ്തത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് നോക്കുക. ഈ വെലോസിറ്റിയുടെ വാല്യൂ, വിയുടെ ഒക്കെ വാല്യൂ 1.5 ഒക്കെ വരുന്നുണ്ടോ, വി ബി 3.2, ഇതിലൊരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും നമുക്ക് ഈ ആൻസർ വേരി ആവും. വി എന്നുള്ളത് 1.5 പകരം ജസ്റ്റ് 1 ആൻസർ കിട്ടുമെന്നുള്ളതെങ്കിൽ ഈ ഫൈനൽ ആൻസർ വേരി ആവും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസം യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ഈ പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.